പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി 1 ബുധൻ. പ്രധാന വാർത്തകൾ. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. നാളെ മുതൽ ജനുവരി 5 വരെ ഒമാനെ ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. മുസന്തം ഗവർണറേറ്റിലും ഒമാൻ കടലിനോട് ചേർന്നുള്ള തീരപ്രദേശങ്ങളിലും ഭാഗികമായ മഴയ്ക്ക് കാരണമാകും. താപനിലയിൽ പ്രകടമായ ഇടിവ്, പർവ്വത പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടൽ, പൊടി ഉയർത്താൻ ശേഷിയുള്ള സജീവമായ കാറ്റ് എന്നിവയിലേക്കും നയിച്ചേക്കാം. പൗരന്മാരും താമസക്കാരും ഈ ദിവസങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പിൻവലിച്ച വിവിധ നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചു. ഇന്നു മുതൽ ഇത്തരം നോട്ടുകളുടെ ഉപയോഗം നിയമവിരുദ്ധമായി കണക്കാക്കുമെന്ന് സെൻട്രൽ ബാങ്ക് അറിയിച്ചു. 2020 മുമ്പുള്ള കാലങ്ങളിലായി CBO പുറത്തിറക്കിയ കറൻസികളുടെ ചില വിഭാഗങ്ങളുടെ ഉപയോഗമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പിൻവലിച്ച ബാങ്ക് നോട്ടുകൾ കൈവശമുള്ളവർക്ക് അവ മാറ്റിയെടുക്കുന്നതിനായി 365 ദിവസം സമയം അനുവദിച്ചിരുന്നു. അതേസമയം കൈവശമുണ്ടായിരുന്ന പിൻവലിച്ച നോട്ടുകൾ പലരും ഇതിനോടകം നിശ്ചിത ബാങ്കുകൾ വഴി മാറ്റിയെടുത്തിട്ടുണ്ട്. അസാധു നോട്ടിന് പകരം പുതിയ നോട്ടുകൾ ഇറക്കില്ലെന്നും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 1995 നവംബറിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പുറത്തിറക്കിയ ഒരു റിയാൽ 500 പൈസ, 200 പൈസ, 100 പൈസ, 2000 നവംബറിൽ ഇഷ്യൂ ചെയ്ത 50, 20, 10, 5 റിയാലുകൾ, 2005 പുറത്തിറക്കിയ ഒരു റിയാൽ, 2010 പുറത്തിറക്കിയ 20 റിയാൽ, 2011, 12 വർഷങ്ങളിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ നൽകിയ 50, 10, 5 റിയാലുകൾ, 2015 പുറത്തിറക്കിയ ഒരു റിയാൽ, 2019 നൽകിയ 50 റിയാൽ എന്നിവയാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പിൻവലിച്ച നോട്ടുകൾ. ദാഖിലിയ ഗവർണറേറ്റിൽ ബസും ട്രക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർ മരിക്കുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നിസ്വയ്ക്ക് സമീപം ബിർക്കത്ത് അൽ മൗസ് പ്രദേശത്ത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. 2 പേർ അപകട സ്ഥലത്ത് വെച്ചും ഒരാൾ ആശുപത്രിയിൽ വെച്ചുമാണ് മരണപ്പെട്ടത്. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി ദാഖിലിയ യൂണിറ്റ് രക്ഷാപ്രവർത്തകർ സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തി. പരുക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി അടിയന്തര ചികിത്സ ലഭ്യമാക്കി. പരുക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണ്. ഒമാനിൽ ഇന്ന് ജനുവരി 1 ബുധനാഴ്ച റജബ് മാസം തുടങ്ങും. ഹിജറ വർഷത്തിലെ 7ാമത്തെ മാസവും വിശുദ്ധമായ 4 മാസങ്ങളിലൊന്നുമാണ് റജബ്. റംസാൻ വ്രതാനുഷ്ഠാനത്തിന് മുന്നേയുള്ള 2ാമത്തെ മാസമായതിനാൽ തന്നെ ഈ മാസത്തിന് ഏറെ പവിത്രതയാണുള്ളത്. മാസങ്ങളുടെ നേതാവായ വിശുദ്ധ റംസാനിനെ വരവേൽക്കാൻ വേണ്ടി വിശ്വാസികൾ കാത്തിരിപ്പ് തുടങ്ങുന്ന മാസമാണ് റജബ്. 2 മാസത്തെ പ്രാർത്ഥന കൊണ്ടും മാനസിക തയ്യാറെടുപ്പുകൾ കൊണ്ടും വിശ്വാസികൾ റംസാൻ മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നു. റജബ് സൽക്കർമ്മങ്ങളുടെ വിത്ത് കുഴിച്ചിടേണ്ട മാസമാണ്. ഷഅബാൻ വിത്തിനു വെള്ളമൊഴിക്കേണ്ട മാസവും റംസാൻ കൃഷി കൊയ്തെടുക്കാനുള്ള മാസവുമാണ് ജ്യോതിശാസ്ത്ര കണക്കുകൂട്ടലുകളും സൂചിപ്പിക്കുന്നത്. ഇത് മാർച്ച് ആദ്യ ദിനങ്ങളിൽ ആരംഭിക്കുമെന്നാണ്. എന്നാൽ ചന്ദ്രകല കാണുന്നത് പ്രകാരമാണ് മാസപ്പിറവി നിശ്ചയിക്കുക. ഒമാനിൽ കൂടുതൽ മേഖലകളിൽ പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളുടെ നിരോധനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. 9 മേഖലകളിൽ കൂടിയാണ് ബാഗ് ഉപയോഗ വിലക്ക് പ്രാബല്യത്തിൽ വരുന്നതെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം വ്യക്തമാക്കി. ഫാബ്രിക് സ്റ്റോർ, ടെക്സ്റ്റൈൽസ്, വസ്ത്രശാല, ടൈലറിംഗ്, കണ്ണട ഷോപ്പ്, മൊബൈൽ ഷോപ്പ്, സർവീസ് സെന്റർ, വാച്ച് സർവീസ്, ഫർണിച്ചർ, ഹൗസ് ഹോൾഡ് കടകൾ എന്നിവിടങ്ങളിലാണ് ഇന്നു മുതൽ പ്ലാസ്റ്റിക് ബാഗും നിരോധിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് ബാഗുകളുടെ നിരോധനത്തിന്റെ 1ാം ഘട്ടം കഴിഞ്ഞ സെപ്റ്റംബറിൽ ആരംഭിച്ചിരുന്നു. ആശുപത്രി, ഫാർമസി, ക്ലിനിക്ക് എന്നിവിടങ്ങളിൽ നിലവിൽ നിരോധനം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. വാണിജ്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെല്ലാം ഉത്തരവ് ബാധകമാണ്. നിയമലംഘകർക്ക് 50 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കും. കുറ്റം ആവർത്തിക്കുന്നവരുടെ മേൽ പിഴ ഇരട്ടിയാക്കും. നിയമം ലംഘിച്ച് പ്ലാസ്റ്റിക് ഇറക്കുമതി ചെയ്യുന്നതും കുറ്റകരമാണ്. ഇത്തരക്കാരിൽ നിന്ന് 1000 റിയാൽ പിഴ ഈടാക്കും. നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാകുമെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു. ഘട്ടം ഘട്ടമായാണ് ഒമാനിൽ പ്ലാസ്റ്റിക് ബാഗുകൾ ഇല്ലാതാക്കുന്നത്. 2027 ജൂലൈ 1 പൂർണ്ണമായും പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ ഇല്ലാത്ത രാജ്യമായി ഒമാൻ മാറും.
പരിസ്ഥിതിയെ മലിനീകരണത്തിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുമായാണ് പ്ലാസ്റ്റിക് നിരോധനം ലക്ഷ്യമിടുന്നത്. സൻസിബാറിലെ അവസാന ഒമാനി സുൽത്താൻ സയ്യിദ് ജംഷിദ് അൽ സയീദ് അന്തരിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം മസ്കത്തിലെ സുൽത്താൻ കാബൂസ് ആശുപത്രിയിലായിരുന്നു മരണം. 1929 സെപ്റ്റംബർ 16 സാൻസിബാറിൽ ജനിച്ച സയ്യിദ് ജംഷിദ് അലക്സാൻഡ്രിയയിലും ബെയ്റൂത്തിലും വിദ്യാഭ്യാസം നേടി. ബ്രിട്ടീഷ് റോയൽ നേവിയിലും സേവനമനുഷ്ഠിച്ചു. 2020 സെപ്റ്റംബർ 15 ഒമാനിൽ എത്തിയതിനെ തുടർന്ന് അദ്ദേഹം തന്റെ അവസാന നാളുകൾ സ്വന്തം നാട്ടിലായിരുന്ന ഒരു യുഗത്തിന്റെ അന്ത്യം കുറിക്കുന്ന അദ്ദേഹത്തിന്റെ സംസ്കാരം മസ്കത്തിലെ രാജകുടുംബ സെമിത്തേരിയിൽ നടക്കും. തൃശൂർ സ്വദേശി ഒമാനിൽ ഹൃദയാഘാതം മൂലം നിര്യാതനായി. ബർക്ക അൽ സീർ കമ്പനിയിലെ ജീവനക്കാരനായിരുന്ന കാട്ടൂർ കാരാഞ്ചിറ ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന മാത്യൂസ് ചിറമ്മൽ ജോസ് ആണ് മരണപ്പെട്ടത്. പിതാവ് മാത്യൂസ് ചിറമ്മൽ ജോസ്, മാതാവ് റിട്ടയർഡ് അധ്യാപിക കൊച്ചുമേരി ടീച്ചർ, ഭാര്യ കരോലിൻ, സഹോദരൻ ആൻഡ്രൂസ്. മൃതദേഹം തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോയി. കരുത്തരായ സൗദിയെ തകർത്ത് ഒമാൻ അറേബ്യൻ ഗൾഫ് കപ്പിന്റെ ഫൈനലിൽ കടന്നു. കുവൈത്ത് ജാബിർ അൽ മുബാറക് അൽ ഹമദ് സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ സെമിയിൽ 2-1 വിജയത്തോടെയാണ് ചെമ്പട കലാശക്കളിക്ക് ടിക്കറ്റ് ഉറപ്പിച്ചത്. കളിയുടെ ആദ്യ പകുതി മുതൽ 10 പേരായി ചുരുങ്ങിയിട്ടും അവസാന നിമിഷം വരെ മനക്കരുത്തോടെ കളിച്ചാണ് വിജയം ആധികാരികമാക്കിയത്. ആവേശം നിറഞ്ഞ മത്സരത്തിൽ മികച്ച ഫുട്ബോൾ കാഴ്ചവെച്ചാണ് ഇരു ടീമുകളും പന്തു തട്ടിയത്. രണ്ടാം പകുതിയിലായിരുന്നു 3 ഗോളുകളും. അർഷാദ് അൽ അലാവി, അലി അൽ ബുസൈദി എന്നിവരാണ് ഒമാനു വേണ്ടി വലകുലുക്കിയത്. സൗദിയുടെ ആശ്വാസ ഗോൾ മുഹമ്മദ് കന്നോയിയുടെ വകയായിരുന്നു. വിസിൽ മുഴങ്ങിയ ആദ്യ നിമിഷം മുതൽ ഒമാൻ ഗോൾ മുഖത്തേക്ക് നിരന്തരം പന്തെത്തിച്ച് സൗദി കളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതായിരുന്നു. എന്നാൽ ശക്തമായ പ്രതിരോധ കോട്ടകെട്ടി വളരെ വിദഗ്ധമായി ആക്രമണത്തെ തടഞ്ഞിടുകയായിരുന്നു ഒമാൻ. ഗോളി ഫായിസ് അൽ റുഷൈദി മികച്ച സേവുകളും മത്സരം ചെമ്പടയുടെ കീഴിലാക്കി. പന്തടക്കത്തിൽ എതിരാളികൾ മുന്നോട്ട് നിന്നെങ്കിലും മികച്ച കൗണ്ടർ അറ്റാക്കുകളിലൂടെ റെഡ് വാരിയേഴ്സും ഭീതി വിതച്ചു. പതിയെ കളിയിലേക്ക് തിരിച്ചുവന്ന ഒമാൻ ഇടതു വലത് വിങ്ങുകളിലൂടെ ഇരച്ചു കയറിക്കൊണ്ടേയിരുന്നു. എതിർ താരത്തെ ഫൗൾ ചെയ്തതിന് റെഡ് കാർഡ് കിട്ടിയതോടെ ഒമാൻ താരം അൽമന്ദർ റാബി അൽ അലവിക്ക് 32-ാം മിനിറ്റിൽ പുറത്തേക്ക് പോകേണ്ടി വന്നു. 10 പേരായി ചുരുങ്ങിയെങ്കിലും അതൊന്നും ഒമാന്റെ പ്രകടനത്തെ ബാധിക്കുന്നതായിരുന്നില്ല. രണ്ടാം പകുതിയോടെ ആദ്യ മിനിറ്റുകളിൽ തന്നെ സൗദി വലകുലുക്കിയെങ്കിലും വാറിലൂടെ ഗോൾ അല്ല എന്ന് വിധിക്കുകയായിരുന്നു. 74-ാം മിനിറ്റിൽ ബോക്സിന്റെ പുറത്തുനിന്നുള്ള ഫ്രീ കിക്കിലൂടെ അർഷാദ് അൽ അലവി ചെമ്പടയെ മുന്നിലെത്തിച്ചു. 10 മിനിറ്റിന് ശേഷം അലി അൽ ബുസൈദിയിലൂടെ രണ്ടാം ഗോളും നേടി സൗദിയെ വീണ്ടും ഒമാൻ ഞെട്ടിച്ചു. 2 മിനിറ്റുകൾക്ക് ശേഷം മുഹമ്മദ് കാനൂനിലൂടെ സൗദി ഒരു ഗോൾ മടക്കി. സമനിലയ്ക്കായി അവസാന നിമിഷം കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ അന്തിമ ചിരി റെഡ് വാരിയേഴ്സിന് ഒപ്പമായിരുന്നു. ചുവപ്പ് കാർഡ് കണ്ട് സൗദി താരം അബ്ദുള്ളയ്ക്കും കളിയുടെ അവസാനം പുറത്തു പോകേണ്ടി വന്നു. ജനുവരി 4-നാണ് ഫൈനൽ. ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.